ഹായ് ഗുഡ് ഈവനിങ് ഗൈസ്, ഇറ്റ്സ് മീ യോഷിഫിൻ. സോ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്വം. റെസ്പോൺസിബിലിറ്റീസിൽ നിന്നും ഒളിച്ചോടുന്ന ആൾക്കാരുണ്ട്. അവർ ഫ്രീ ആയിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ, അതായത് സ്മൂത്തായിട്ട് അത് സാഡിസ്റ്റ് എന്ന് നമ്മൾ പറയും. അങ്ങനത്തെ ആൾക്കാരാണ് ഈ റെസ്പോൺസിബിലിറ്റീസിൽ നിന്നും ഒളിച്ചോടി പോകുന്ന ആൾക്കാർ. ബട്ട് നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെന്ന് എഴുതി വെച്ചിട്ടുണ്ട് എന്നാ പറയുന്നത്. അക്കോർഡിംഗ് ടു ഓരോ വിശ്വാസം അനുസരിച്ചാണ് ഞാൻ പറയുന്നത്. ഇനി ഇതിൽ വിശ്വസിക്കാത്ത ആൾക്കാരും ഉണ്ട്. ഓക്കെ, അതിലേക്കൊന്നും പോകുന്നില്ല. അങ്ങനെ അപ്പോൾ നമ്മൾ ജീവിതത്തിൽ ഇങ്ങനെ ജീവിച്ച് ഒരു 12-13 വയസ്സൊക്കെ ആകുമ്പോൾ, അല്ലെങ്കിൽ പോട്ട് ഒരു 30 വയസ്സിനിടയ്ക്ക് എൻ്റെ റെസ്പോൺസിബിലിറ്റി, എൻ്റെ ഉത്തരവാദിത്തം എന്താണ്, എൻ്റെ ലൈഫിൻ്റെ മീനിങ്, എൻ്റെ ലക്ഷ്യം എന്താണ് എന്ന് തിരിച്ചറിയുകയാണെങ്കിൽ, അറിഞ്ഞാൽ മാത്രം പോരാ, അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയും കൂടെ ആയിത്തീരണം. സോ അങ്ങനെ മാറിയാലേ നമുക്കൊരു ഗുഡ് റെസ്പോൺസിബിൾ പേഴ്സൺ ആയി മാറാൻ സാധിക്കത്തുള്ളൂ. സൊസൈറ്റിയിലാവാൻ സാധിച്ചില്ലെങ്കിലും നമ്മുടെ ഫാമിലിയിൽ, ആദ്യം നമുക്ക് ബേസ് ഫാമിലി അല്ലേ, ഫാമിലിയിൽ ഒരു റെസ്പോൺസിബിൾ പേഴ്സൺ ആവാൻ സാധിച്ചാൽ മാത്രമേ നമുക്ക് സൊസൈറ്റിയിലും അതാവാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. അല്ലാതെ ഫാമിലി നോക്കാതെ സൊസൈറ്റി നോക്കാൻ പോയാൽ അത് ശരിയാവത്തില്ല, അത് എഫക്റ്റീവ് ആവത്തുമില്ല. ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം, കണ്ടുവരുന്നൊരു മെയിൻ പ്രോബ്ലമാണ് വയസ്സായ ആൾക്കാരെ നമ്മുടെ പേരൻസിനെയൊക്കെ കൊണ്ട് വൃദ്ധസദനത്തിൽ കൊണ്ട് തള്ളുക എന്ന് പറയുന്നത്. ആ ഒരു പ്രാക്ടീസ് നമ്മളൊക്കെ കുഞ്ഞായിരിക്കുമ്പോൾ നമുക്ക് അറിയാം എത്ര നന്നായിട്ടാണ് അവർ നമ്മളെ നോക്കിയതെന്ന്. സോ അത് അവരുടെ ഉത്തരവാദിത്വം മാത്രമല്ല, സ്നേഹം എന്ന് പറയുന്നൊരു കാര്യം കൂടെ അതിൽ ഉൾപ്പെടും. അപ്പം നമ്മൾ അവരെ സ്നേഹിക്കുകയില്ല, തിരിച്ച് ആ ഉത്തരവാദിത്വം നമ്മൾ നിറവേറ്റത്തില്ല. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് കീ പോയിന്റ്. അതായത് റെസ്പോൺസിബിലിറ്റീസിൽ നിന്നും ഒളിച്ചോടി പോവുകയാണ് ഇപ്പോഴത്തെ ജനറേഷൻ എന്ന് പറയുന്നത്. അവർക്ക് ഒന്നിനും വയ്യ. അവർക്ക് അവരുടെ സുഖം, സൗകര്യം ഇതൊക്കെ മാത്രം, അല്ലാതെ ബാക്കിയുള്ളവരുടെ പ്രയാസം, കഷ്ടപ്പാട്, ബുദ്ധിമുട്ടുകൾ ഇതൊന്നും അവർക്ക് ബാധകമേ അല്ല. ഇത്തരത്തിലുള്ള ആൾക്കാരാണ് റെസ്പോൺസിബിലിറ്റീസിൽ നിന്നും ഒളിച്ചോടി പോകുന്നത്, റെസ്പോൺസിബിൾ അല്ലാത്ത ആൾക്കാർ. അതായത് ഈ ലോകത്തെ ആഡംബരങ്ങൾക്ക് മാത്രം, അല്ലെങ്കിൽ ലക്ഷറിയസ് ആയിട്ട് ജീവിക്കുന്ന ആൾക്കാർ. അങ്ങനത്തെ ആൾക്കാർക്ക് ഒരിക്കലും ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ടാകത്തില്ല, ഉത്തരവാദിത്വം ഉണ്ടാകത്തില്ല. മെച്യൂരിറ്റി ഉള്ള ഒരു വ്യക്തിക്ക് റെസ്പോൺസിബിൾ ആവാൻ വേണ്ടി സാധിക്കും. ആദ്യം ഫാമിലിയോട് നമുക്കൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ടാവണം. അങ്ങനെ എല്ലാം വിജയിക്കുന്ന ഒരു വ്യക്തി, ഫാമിലിയിൽ റെസ്പോൺസിബിൾ ആയിട്ട് നല്ല ഒരു ഫാമിലിയെ കൊണ്ടുപോകുന്ന ഒരു വ്യക്തിക്ക് അതായത് സമൂഹത്തിൽ ചെയ്യാൻ സാധിക്കും പല ഉത്തരവാദിത്തങ്ങളും, ഡ്യൂട്ടീസും. അത് പ്രൊഫഷൻ ബേസ് ആവാം, ജോലി കഴിഞ്ഞിട്ട് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് ബാക്കിയുള്ളവരെ സഹായിക്കുന്ന ആവാം. അങ്ങനെയാണ് റെസ്പോൺസിബിലിറ്റി. ഇതൊക്കെയായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് പറയാൻ സാധിക്കും. റെസ്പോൺസിബിലിറ്റി, അതായത് ഉത്തരവാദിത്തങ്ങൾ നല്ലോണം ചെയ്യണമെങ്കിൽ നമുക്ക് ആദ്യം സ്നേഹം വേണം. ലവ് ഉണ്ടെങ്കിലേ റെസ്പോൺസിബിലിറ്റി ഉള്ളൂ. ലവ് ഇല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി ഇല്ല. അതായത് ഒരു കാര്യം ചുമ്മാ അങ്ങനെ ചെയ്താൽ പോരാ. അതായത് അയ്യോ അമ്മ ആയിപ്പോയില്ലേ, അല്ലെങ്കിൽ അച്ഛനായിപ്പോയില്ലേ, നോക്കിയല്ലേ പറ്റൂ, അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല. അത് റെസ്പോൺസിബിലിറ്റി അല്ല. മറിച്ച് അവരെ പ്രയാസം കണ്ട് നമ്മളെ അവരെങ്ങനെയാണ് നോക്കിയത് അതേപോലെ നമ്മൾ തിരിച്ച്, പാവം, എത്ര കഷ്ടപ്പെട്ട എൻ്റെ അമ്മയും അച്ഛനും എന്നെ നോക്കിയത്. ആ സ്നേഹം കൊണ്ട് കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ അത് റെസ്പോൺസിബിൾ പേഴ്സൺ ആയിട്ട് നമുക്ക് മാറാൻ സാധിക്കും. അങ്ങനെയാണ്. ചില ആൾക്കാർ വിചാരിക്കും, എങ്ങനെയെങ്കിലും ഇവിടെ നിൽക്കട്ടെ, സമൂഹത്തിന് ബാധ്യത ആവും. ഈ സമൂഹത്തിന് ബാധ്യതയാവും എന്നാണ് റെസ്പോൺസിബിലിറ്റീസ് ഒട്ടും ചെയ്യാത്ത ആൾക്കാർ വിചാരിക്കുന്നത് അവരുടെ പേരൻസിനെ പറ്റി. അവർ ഫോർ എക്സാമ്പിൾ ഓഫീസിൽ കുറച്ച് ഫ്രണ്ട്സ് വരുമ്പോഴത്തേക്കും വയസ്സായ അച്ഛനും അമ്മയും ഇരിക്കുന്നത് അതൊക്കെ നാണക്കേടാണ്. സോ അതൊക്കെ ഇതിൻ്റെ ഒരു എക്സ്ട്രീം ബേർഡ് ലെവലാണ്. ഒരു അധ്യാപകൻ്റെ ഏറ്റവും വലിയ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് നല്ല തലമുറയെ വാർത്തെടുക്കുന്നതിലാണ്, അല്ലാതെ ചുമ്മാ എ പ്ലസ് വാങ്ങിച്ചു കൊടുക്കുന്നതിലല്ല കാര്യം. ഞാൻ പല സ്ഥാപനങ്ങളിലും കണ്ടിട്ടുണ്ട്, പിള്ളേരെ എടുത്തിട്ട് അടിച്ച് പഠിപ്പിച്ച് A+ വേണ്ടി മാത്രം പഠിപ്പിക്കുന്ന കുറച്ച് സ്ഥാപനങ്ങളുണ്ട്. അവർക്ക് അവിടെ A+ കൂട്ടിയാലേ അടുത്ത വർഷം മത്സരിക്കുകയാണ് ഓരോ സ്ഥാപനങ്ങളും. ഇങ്ങനെ A+ കൂട്ടിയാൽ നമ്മുടെ സ്ഥാപനത്തിൽ കുറേ കുട്ടികൾ പിന്നെയും ചേരും.
അതൊക്കെ സോ അത് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു അധ്യാപകൻ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല, ഒരിക്കലും പറ്റത്തില്ല. സോ അധ്യാപകന്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ഫ്യൂച്ചർ ജനറേഷനെ വാർത്തെടുക്കുക എന്നാണ്. മനുഷ്യത്വം, അതായത് വെറും ഫ്യൂച്ചർ ജനറേഷൻ അല്ല, മനുഷ്യത്വം നിറഞ്ഞ ഫ്യൂച്ചർ ജനറേഷൻ അതുണ്ടാക്കിയെടുക്കുമ്പോഴാണ് ഒരു അധ്യാപകന്റെ റെസ്പോൺസിബിലിറ്റി കംപ്ലീറ്റ് ആയി എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത്. അങ്ങനെ ഓരോ പ്രൊഫഷനും അതിൻ്റെതായ, ചെയ്യുന്ന ആൾക്കാർക്കും അതിൻ്റെതായ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. അതാ ഞാൻ പറയുന്നത്, നമ്മൾ എന്ത് ചെയ്യുമ്പോഴും അത് ഇഷ്ടപ്പെട്ട് ചെയ്യുക, റെസ്പോൺസിബിൾ പേഴ്സണായിട്ട് മാറുക, അല്ലെങ്കിൽ റെസ്പോൺസിബിൾ സിറ്റിസനായിട്ട് മാറുക. ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും സ്വയം നമ്മോട് തന്നെ ചോദിക്കുക, ഞാൻ ചെയ്യുന്നത് ശരിയാണോ, എൻ്റെ മനസ്സാക്ഷിക്ക് ഇത് ശരിയാണോ എന്ന് ചോദിക്കുക. ഇതൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമേ റെസ്പോൺസിബിൾ പേഴ്സണായിട്ട് മാറാൻ സാധിക്കത്തുള്ളൂ. അതല്ലാതെ ചുമ്മാ ഇപ്പോൾ ഒരാൾ ജോലി കയറി ശമ്പളം വാങ്ങിച്ചുകൊണ്ടിരുന്നാൽ പോരാ. അയാൾ ചെയ്യുന്ന ജോലിയിൽ മാക്സിമം എഫേർട്ട് ഇട്ട് അതിൽ അയാൾക്ക് എന്തൊക്കെ ബെറ്ററായിട്ട് ചെയ്യാൻ പറ്റും ബാക്കിയുള്ള സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി, അവിടെയാണ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് കാര്യം സംഭവിക്കുന്നത്. സോ താങ്ക് യു.